ഐ ആം വിത്ത് ധന്യ വർമ്മ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അത് ധന്യ വർമ്മ എന്ന് പറയുന്ന നേരത്തെ നമ്മുടെ ടെലിവിഷൻ ചാനലുകളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ലേഡിയാണ് അത് ഹോസ്റ്റ് ചെയ്യുന്നത്. അവരുടെ ഇൻ്റർവ്യൂകളെല്ലാം തന്നെ വളരെ നല്ല ഇൻ്റർവ്യൂകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാൻ അപൂർവം ചില ഇൻ്റർവ്യൂകൾ കണ്ടിട്ടുള്ളത്. മുഴുവൻ ഇൻ്റർവ്യൂകളും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അതിൽ കഴിഞ്ഞ ദിവസം അനുപമ പരമേശ്വരൻ എന്ന് പറയുന്ന ഒരു നടി, നമ്മുടെ പ്രേമം സിനിമയിലൊക്കെ അഭിനയിച്ച, പിന്നീട് തെലുങ്കും അതുപോലെ മറ്റു ഭാഷകളിലൊക്കെ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള അനുപമ പരമേശ്വരൻ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ വളരെ വ്യാപകമായി കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ആ കേരളത്തിൽ അങ്ങനെ ചർച്ച ചെയ്യപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാധാരണ ആളുകൾ അതിൽ പറയാതിരിക്കുന്ന ഒരു നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഒരു നടി വളരെ ക്ലാരിറ്റിയോടുകൂടി വളരെ വ്യക്തവും കൃത്യവുമായിട്ട് അതിലൂടെ വിശദീകരിച്ചത്. അത് ഏതാണ്ട് ഒരു മണിക്കൂറിനടുത്ത് 2 പാർട്ടുകളായിട്ട്, 1 മണിക്കൂർ, ഒരു 30 മിനിറ്റ്, 20 മിനിറ്റോ 25 മിനിറ്റോ ഉള്ള 2 പാർട്ടുകളായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂകളാണ്. അപ്പോൾ അത് മുഴുവനായും ഞാൻ കേട്ടു. അതുകൊണ്ട് തന്നെ അതിലെ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് എനിക്ക് ഡിസ്കസ് ചെയ്യണം എന്ന് തോന്നി. കൂടാതെ എല്ലാവരും തന്നെ അത് കാണുന്നതും നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഈ അനുപമ പരമേശ്വരൻ 2 കൊല്ലമായിട്ട് അവരൊരു റിലേഷൻഷിപ്പിലായിരുന്നു. ആ റിലേഷൻഷിപ്പിലായപ്പോൾ അവർ വലിയ തോതിലുള്ള ഒരു നാർസിസിസ്റ്റ് അബ്യൂസുകൾ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു നാർസിസം എന്നൊക്കെ പറയുന്നത്? നമ്മൾ പലപ്പോഴും അതിക്രൂരമായി ആളുകളോട് പെരുമാറുന്നതിനെക്കുറിച്ച് ആണ് നമുക്കതിനെക്കുറിച്ച് അങ്ങനെയാണ് നമ്മൾ ധരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ നിങ്ങൾ പോലും അറിയാതെ വളരെ നിങ്ങളെ തന്നെ ഒരു അടിമയാക്കുകയും അത് സ്വാഭാവികമായിട്ടും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ആളാണ് ഇതെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു തങ്ങളുടെ കാര്യം മാത്രം നോക്കുന്ന, മറ്റുള്ളവരുടെ വികാരങ്ങളൊന്നും മാനിക്കാതെ നിരന്തരം മാനസികമായി ഉപദ്രവിക്കുകയും മറ്റുള്ള ആളുകളെയൊക്കെ നിയന്ത്രിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നാർസിസ്റ്റിക് അബ്യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരക്കാരെ മലയാളത്തിലൊരു സ്വയം പ്രേമിയായ ഉപദ്രവകാരി എന്നൊക്കെ ആളുകൾ വിളിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം പലപ്പോഴും റിലേഷൻഷിപ്പിലാകുന്നവർ ഇതൊക്കെ പ്രണയവും സ്നേഹവുമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും പലപ്പോഴും അവരുടെ മാനിപ്പുലേഷനുകളിലും അവരുടെ സ്ട്രാറ്റജികളിലുമൊക്കെ തന്നെ വീണു പോവുകയും ചെയ്യും എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന നമ്മുടെ അനുപമ പരമേശ്വരൻ പറയുന്ന അത് നല്ല ക്ലാരിറ്റിയോടുകൂടിയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതിൽ അവർ പറയുന്ന 1-2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, ഇപ്പം അതിൽ ഒരു ആ പെൺകുട്ടിക്ക് എല്ലാ ഡ്രസ്സുകളൊക്കെ ധരിക്കാൻ ഇഷ്ടമായിരിക്കും, ജീൻസും ടോപ്പും പല ഡ്രസ്സുകളൊക്കെ ധരിക്കാൻ ഇഷ്ടമായിരിക്കും. പക്ഷെ അങ്ങനെ ഇഷ്ടമായ പെൺകുട്ടി അങ്ങനെ ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ ഒരു ദിവസം ചുരിദാർ ധരിക്കുമ്പോൾ പറയും, ചുരിദാറിൽ നിന്നെ കാണാൻ വളരെ മനോഹരിയാണ്, സുന്ദരിയാണ്, വളരെ ഗംഭീരമായിട്ടിരിക്കുന്നു എന്നുള്ളത് പറയും. അങ്ങനെ ഗംഭീരമായിട്ടിരിക്കുന്നു എന്നുള്ളത് പറയുമ്പോൾ പുള്ളിക്ക് ഇഷ്ടം, നമുക്ക് അവരോടുള്ള വലിയ പ്രണയവും ഇഷ്ടവും അറ്റാച്ച്മെൻറ്റും ഒക്കെ കൊണ്ട് പുള്ളിക്ക് ഇഷ്ടം അതാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പിന്നീട് 2, 3, 4 ചുരിദാറുകൾ കൂടി വാങ്ങും. അങ്ങനെ നമ്മൾ ചുരിദാറുകൾ ധരിക്കും. അപ്പോൾ നമ്മളുടെ വേഷത്തിൽ നമ്മൾ വലിയ മാറ്റം ഉണ്ടാകുന്നു. പിന്നെ നമ്മൾ ചുരിദാർ മാത്രം ധരിക്കുന്നവരായി പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളറിയാതെ പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളെയൊക്കെ തന്നെ കട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങളിലേക്ക് കിടക്കുന്നു. പിന്നെ ആ കുട്ടി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സ്ലീവ്ലെസ് ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ പറയും, അയ്യോ വലിയ ഹോട്ടല്ലേ, സണ്ണൊക്കെ ഡേ ടൈം അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ കൈയൊക്കെ എന്ത് ചെയ്യില്ലേ, കളറ് മാറില്ലേ, അതുകൊണ്ട് ഇതിടണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇതിടണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശരി, എന്നോടുള്ള കെയറിങ്ങും എന്നോടുള്ള ഇഷ്ടവും കൊണ്ടാണ് എന്ന് വിചാരിച്ചിട്ട് സ്ലീവ്ലെസ് മാറിയിട്ട് വേറെ ഡ്രസ്സുകളിടും. അപ്പോൾ അതിന് ശേഷം ചില ഡ്രസ്സുകൾ ഇട്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഇതിടണോ മറ്റേതിട്ടാൽ പോരെ എന്നുള്ളത് ചോദിക്കും. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഇടാൻ പോകുന്ന ഡ്രസ്സുകൾ ഏതാണെന്ന് നമ്മൾ വാട്സാപ്പിലൂടെ അയച്ചു കൊടുക്കുകയും പെർമിഷൻ മേടിക്കുകയും ചെയ്യും. പിന്നെ അതൊരു സാധാരണ രീതിയായി മാറും. എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ഇഷ്ടത്തിലേക്ക് മാത്രം നമ്മളുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒതുങ്ങുകയും യഥാർത്ഥത്തിൽ അവനവൻ്റെ ഒരു വ്യക്തിത്വത്തെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന പണിയാണ് പലപ്പോഴും ഒരു ലൂപ്പിനകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ പോലും അത് മനസ്സിലാക്കാതെ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തും എന്നുള്ളതാണ് അനുപമ പരമേശ്വരൻ പറയുന്നത്. ഇതിലവർ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുള്ളത്, സോഷ്യൽ മീഡിയയിലൊക്കെ ചില ഇടപെടലുകളെ കുറിച്ച് കൂടിയാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇടുന്നു, ആ പോസ്റ്റ് ഇടുമ്പോഴേക്കും അപ്പം തന്നെ വിളിച്ചിട്ട് പറയുന്നു, അല്ല ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് നീ ഇട്ടത് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് സ്യൂട്ട്സ് ഫോർ യുവർ ഫാൻസ്, നിങ്ങളുടെ ഫാൻസിന് അത് ഇഷ്ടപ്പെടണമെന്നില്ല, അവർക്ക് പറ്റുന്നതാകണമെന്നില്ല എന്ന് പറയുമ്പോഴേക്കും ഉടനെ തന്നെ
അതെങ്കിൽ അത് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും നമ്മൾ എന്ത് ചെയ്യും, അത് ഡിലീറ്റ് ചെയ്തിട്ട് മറ്റൊരു പോസ്റ്റ് ഇടുകയും ചെയ്യും. അപ്പോൾ മറ്റൊരു പോസ്റ്റിനും ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ കുറേ 5-8 അയച്ചു കൊടുക്കുകയും പിന്നീട് ഇതിൽ ഏതിടണമെന്ന് തീരുമാനിക്കുകയും ചെയ്യും. കാരണം പിന്നീട് ഇതിങ്ങനെ വീണ്ടും പറഞ്ഞ് മാറ്റുകയും ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിക്കും. സോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പലപ്പോഴും ഒന്നും ചെയ്യാതെ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു ലൂപ്പിനകത്ത് പലപ്പോഴും ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയും കുറേ കഴിയുമ്പോൾ ഇത് നമ്മളെ തന്നെ നഷ്ടപ്പെട്ടുവല്ലോ, നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നില്ലല്ലോ, വി കനോട്ട് ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ അവർ സെൽഫ്സ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്കുള്ള ചിന്തകളിലേക്കൊക്കെ തന്നെ എത്തിച്ചേരുകയും ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പലപ്പോഴും ഈ നാർസിസിസ്റ്റ് അബ്യൂസേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഈ പലപ്പോഴും അവർ ഒന്നും തന്നെ ഫോഴ്സ് ചെയ്യാതെ നമ്മളെ കൊണ്ട് തന്നെ നമ്മളെ മാറ്റിയെടുക്കുന്ന ഒരു പണി ചെയ്യും എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ 2 കൊല്ലമായി അത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. ആ റിലേഷൻഷിപ്പ് യഥാർത്ഥത്തിൽ നമ്മുടെ ചിയാൻ വിക്രമിൻ്റെ മകൻ ധ്രുവ് വിക്രവുമായിട്ടായിരുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ക്രേസി കല്യാണി അടക്കമുള്ള പല സിനിമകളിൽ പുള്ളിക്കാരിയുടെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ അടക്കം നടന്നിരുന്നു. അപ്പോൾ അതിൽ ഒരു സിനിമയുടെ പ്രൊമോഷൻ പുള്ളിക്കാരി പൊട്ടിക്കരഞ്ഞിരുന്നു. പൊട്ടിക്കരഞ്ഞപ്പോൾ ആളുകളൊക്കെ വിചാരിച്ചത് ഇത് പ്രൊമോഷന് വേണ്ടിയിട്ടാണെന്നാണ്. പക്ഷെ അതല്ല, അതിന് തൊട്ടു മുമ്പുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടിട്ടാണ് അവിടെ ഇരുന്നപ്പോഴേക്കും പുള്ളിക്കാരിക്ക് സങ്കടം വന്നതെന്നും അത്തരത്തിൽ വലിയ ഈവൻറ്റുകൾക്കൊക്കെ വരുമ്പോൾ പോലും വളരെ മോശപ്പെട്ട രീതിയിലാണ് പെരുമാറ്റം ഉണ്ടായിട്ടുള്ളത് എന്നുമൊക്കെ പറയുന്നു. ഇതിൽ ചിയാങ് വിക്രമിൻ്റെ മകൻ ഈ പറയുന്ന നമ്മുടെ ധ്രുവ് വിക്രമാണ് എന്നുള്ളത് വിചാരിക്കാൻ കാരണമെന്ന് പറയുന്നത് പലപ്പോഴും അത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. വിചാരിക്കാൻ കാരണമെന്ന് പറയുന്നത് ഇവർ പലപ്പോഴും ഒരുമിച്ച് സഞ്ചരിച്ചിരുന്നു. പല സ്ഥലങ്ങളിലും ഇവർ ഒരുമിച്ച് പോയിരുന്നു. ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുമിച്ച് സ്ഥലങ്ങളിൽ നിന്ന് ഇവർ ഒരേ സമയം തന്നെ പലപ്പോഴും ഒരുമിച്ചല്ലാതെയും ഒക്കെ തന്നെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളൊക്കെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഈ പറയുന്ന സോഷ്യൽ മീഡിയയൊക്കെ തന്നെ അനുമാനിക്കുന്നത് ധ്രുവ് വിക്രമായിരിക്കും എന്നാണ്. ഞാൻ ഈ ധ്രുവ് വിക്രമിനെയും ചിയാൻ വിക്രമിനെയും കണ്ടത് ധ്രുവ് വിക്രമിൻ്റെയൊക്കെ ഏറ്റവും ആദ്യത്തെ സിനിമ ഇറങ്ങുന്ന സമയത്ത് തിരുവനന്തപുരത്തുള്ള ഹോട്ടൽ ഹൈസിന്തിൽ ഞാനന്നവിടെ അവിടെ താമസിക്കുമ്പോൾ ഇവരും കൂടി എന്ത് ചെയ്തിരുന്നു, അവിടെ താമസിച്ചിരുന്നു. അപ്പോൾ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ഇവരൊക്കെ തമ്മിൽ. അപ്പോൾ അന്ന് നമ്മൾ കണ്ടൊരു പയ്യനാണ്. പക്ഷെ പുറത്തു വെച്ചൊക്കെ കാണുമ്പോൾ വളരെ സോഫ്റ്റായിട്ടുള്ള, വളരെ മര്യാദക്ക് സംസാരിക്കുന്ന, ലാളിത്യമുള്ള ഒരാളായിട്ടൊക്കെ തന്നെ നമുക്ക് തോന്നുള്ളൂ. അതും കൂടിയാണ് ഈ അനുപമ പരമേശ്വരൻ ഇതിനകത്ത് പറയുന്നത്. കാരണം ഏതാണ്ട് ചിയാങ് വിക്രമിനെ പോലെ തന്നെ വളരെ കൃത്യമായി, വളരെ സോഫ്റ്റായി, വളരെ പൊളൈറ്റായി സംസാരിക്കുന്ന ഒരാളാണ്. ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത്തരത്തിലുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇത് മുഴുവൻ ഫേക്ക് ആയിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു 2 കൊല്ലമായി ഞാൻ ഇത്തരം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയായിരുന്നു. ധന്യവർമ്മ തന്നെ പലപ്പോഴും ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് വരാതിരുന്നത് സുഖമാണോ എന്ന് ചോദിച്ചാൽ പോലും ഞാൻ പൊട്ടിക്കരഞ്ഞു പോകുന്നൊരവസ്ഥയിലായിരുന്നു. കൂടാതെ അത് അവരുടെ വർക്ക്, പ്രൊഫഷണൽ ലൈഫിനെയും ഒക്കെ തന്നെ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഇപ്പോൾ അവർ വളരെ പങ്ക്ച്വലായിട്ടുള്ള, വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. പക്ഷെ അവരുടെ പങ്ക്ച്വാലിറ്റിയും ഇതുപോലെ പ്രൊഫഷണലിസവും എല്ലാം തന്നെ കഴിഞ്ഞ 2 കൊല്ലങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടിരുന്നു. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വീട്ടുകാരുമായിട്ടൊക്കെ തന്നെ ഒരു അകൽച്ച വന്നിരുന്നു എന്നുള്ളതാണ്. വീട്ടുകാരുമായി അകൽച്ച വന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ അറിയേണ്ടത് ഇപ്പോൾ ഒരു വീട്ടുകാരോട് ഇപ്പോൾ അവരുടെ ബ്രദറിനെ പോലെ ഒരിക്കൽ പോലും പിന്നീട് കെട്ടിപ്പിടിക്കുകയോ ഹഗ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നും തൊട്ടിട്ടില്ല എന്നും, അതുപോലെ അവർ മറ്റ് വീട്ടുകാരുടെ അടുത്ത് നിന്ന് കഴിയുന്നതും കാര്യങ്ങൾ മറച്ചു വെക്കും. കാരണം മറച്ചു വെക്കുന്നതിൻ്റെ കാര്യം ഈ ഒരു റിലേഷൻഷിപ്പിൽ പുള്ളിക്കാരനെ കുറിച്ച് കുറ്റം പറയാൻ കഴിയില്ല, അവരുടെ അടുത്ത് കുറ്റം പറയുന്നത് മോശമാണ് എന്ന് വിചാരിക്കുന്നതുകൊണ്ട് അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി വീട്ടുകാരുമായിട്ടൊക്കെ ഒരു ഗ്യാപ്പ് ഇടും. അപ്പോൾ അത്തരത്തിൽ ഈ എൻറ്റയർലി സ്വന്തം ലോകത്ത്, അതായത് താൻ വളരെ സന്തോഷമായിട്ടിരുന്ന ഒരു ലോകത്ത് നിന്ന് അവർ വിട്ടുപോവുകയും വളരെ ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് അവരെത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ഒരാളായിരുന്നോ അടുത്തയാൾ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. കാരണം അതൊക്കെ കൃത്യമായിട്ട് പരിശോധനകൾക്ക് ശേഷം മാത്രം പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇത് അനുപമ പരമേശ്വരൻ്റെ കാര്യത്തിൽ നമ്മൾ മറ്റൊരു സൈഡ് കേട്ടിട്ടില്ല. പക്ഷെ അതുകൊണ്ട് നമുക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ അനുഭവിക്കുന്ന സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പലപ്പോഴും അവരുടെ ഇഷ്ടങ്ങളും സന്തോഷങ്ങളും ഒക്കെ തന്നെ വേറെ ആർക്കെങ്കിലും ഒക്കെ വേണ്ടി മാറ്റിവെക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ മാറ്റിവെക്കുന്നതിന് മറ്റു തലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പലപ്പോഴും പാരൻസൊക്കെ തന്നെ അവരുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് കുട്ടികൾക്ക് വേണ്ടി സമ്പാദിക്കുകയും പലപ്പോഴും അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും ഇത്തരത്തിലുള്ള ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇൻഫ്ലുവൻസോ ഒന്നും ഉണ്ടാവില്ല. അത് അദമ്യമായിട്ടുള്ള സ്നേഹം കൊണ്ടാണ്.
പക്ഷെ അതൊന്നുമല്ലാതെ ഇത്തരത്തിലുള്ള ഒരു മാനിപ്പുലേഷനിലൂടെയും സ്ട്രാറ്റജിയിലൂടെയും ഒക്കെ തന്നെ ആളുകളെ മാനേജ് ചെയ്യുന്ന ആളുകളുണ്ടെന്നും അതൊരു അസുഖമാണെന്നും യഥാർത്ഥത്തിൽ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്ത് മാത്രം മാറ്റാൻ കഴിയുന്ന ഒരു കാര്യമാണെന്നും അങ്ങനെ മാറ്റാൻ കഴിയില്ല എന്ന് പറയാൻ കഴിയില്ല എന്നൊക്കെയാണ് വളരെ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത്. ഇതിൽ തീർച്ചയായിട്ടും ഇത് നിരവധി പേർക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. പലപ്പോഴും 10-20 കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞ് 2 കുട്ടികളായി ഇപ്പോൾ ഇവർ തന്നെ റിലേഷൻഷിപ്പ് ഉണ്ടായി, എൻഗേജ്മെൻറ്റ് വേണം എന്ന് തോന്നു, എൻഗേജ്മെൻറ്റ് ഉണ്ടായില്ല, അത് ഭാഗ്യം. കാരണം എല്ലാ കുട്ടികളൊക്കെ ആയിപ്പോയി, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരി പറയുന്നത് അനുഭവമൊക്കെ ഏതാണ്ട് 11 കുട്ടികൾ വേണം എന്നാണ്. അപ്പോൾ അത്തരത്തിൽ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൽ നിന്ന് സാധാരണ ഒരു പെൺകുട്ടിക്കോ സാധാരണ ഒരാൾക്കോ ഒന്നും പെട്ടെന്ന് വിട്ടുപോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ ചെറിയ പ്രശ്നങ്ങളല്ലേ, നീ ഒരുമിച്ച് ജീവിച്ചോളൂ എന്ന് അവരുടെ സന്തോഷം മുഴുവൻ കളഞ്ഞുകൊണ്ട് ഒരുമിച്ച് ജീവിക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിരവധി ആളുകൾക്ക് ഈ തുറന്നു പറച്ചിലുകൾ സന്തോഷകരമാകും എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചറിവിന് കാരണമാകും. പ്രത്യേകിച്ചും ഇനി ഇതുപോലെ പെരുമാറുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ അവർക്കും ഒരു ഐ ഓപ്പണർ ആകും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതെല്ലാം നല്ലതാണ്. നമ്മൾ വിസ്മയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരണപ്പെട്ടു പോയപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരുന്നു, വലിയ സഹതാപം പ്രകടിപ്പിച്ചിരുന്നു നമ്മുടെ സമൂഹത്തിൽ. തീർച്ചയായിട്ടും ഇപ്പോൾ അനുഭവ പരമേശ്വരനോടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അവരുടെ കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നതിന് യാതൊരു തകരാറുമില്ല. അതൊക്കെ വേണ്ടത് തന്നെയാണ്. സമൂഹത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. സമൂഹം ഒരു പടി കൂടി മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും അത് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യവും കൂടി ഉള്ളത്, ഇതേപോലത്തെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫിലിം സ്റ്റാർ വന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു സോക്കോൾഡ് സൗന്ദര്യമുള്ള വലിയ സുഖകരമായി ജീവിക്കാൻ കഴിയാവുന്ന എല്ലാ സൗകര്യങ്ങളുമുള്ള പെൺകുട്ടികളോ സ്ത്രീകളോ ഒക്കെ വന്ന് പറയുമ്പോഴുള്ള ഒരു മാധ്യമ ശ്രദ്ധയും പലപ്പോഴും ജനങ്ങളുടെ പോലും ഒരു അനുഭവവും ഒന്നും വാളയാറിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്കോ ആദിവാസി കുട്ടികൾക്കോ അല്ലെങ്കിൽ ഗോത്രവർഗ്ഗങ്ങളിലോ ദളിത് പിന്നോക്ക വിഭാഗങ്ങളിലെ കുട്ടികൾക്കൊന്നും കിട്ടാറില്ല എന്നുള്ളത് കൂടി ഒരു വാസ്തവമാണ്. അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞതൊന്നും ഒട്ട് കുറച്ച് കാണിക്കാനല്ല, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടണം. പക്ഷെ അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കും ഒരു ഈക്വൽ വെയിറ്റേജ് തന്നെ മാധ്യമങ്ങളും നമ്മുടെ സമൂഹവും കൂടി നൽകുന്ന കാലം വരണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണെങ്കിലും അനുപമ പരമേശ്വരൻ്റെ തുറന്നു പറച്ചിൽ നമ്മുടെ സമൂഹത്തെ ഒരു പടി കൂടി മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതൊക്കെ ആളുകൾ തിരിച്ചറിയപ്പെടാതെ പോയി. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ ബോൾഡായി വന്ന് തുറന്നു പറയുന്നതിലൂടെ കുറേ പേർക്കെങ്കിലും ഇത് തീർച്ചയായിട്ടും ആശ്വാസവും ഈ ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രചോദനവുമാകും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. കാണാത്തവർക്ക് തീർച്ചയായിട്ടും ആ വീഡിയോ കാണാം.